നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നുള്ളിപ്പെറുക്കിയാണ് ആ അമ്മ ഓരോ രൂപയും സ്വരുക്കൂട്ടിയത്. പണം ഉണ്ടെന്നറിഞ്ഞാൽ അത് മകനെടുത്ത ചിലവിടും. സ്വരുക്കൂട്ടിയ ഓരോ രൂപയും അതിനാൽ തന്നെ പ്ലാസ്റ്റിക് ഡപ്പിയിൽ കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു. അമ്മ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തിയ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയ പ്ലാസ്റ്റിക്കുകളിൽ ഈ ഡപ്പിയും ഉള്ളിൽ പണമുണ്ടെന്നറിയാതെ മകൻ നൽകുകയായിരുന്നു. കനത്ത മഴയ്ക്കിടെ സേനാംഗങ്ങളും ഇത് തുറന്നു നോക്കിയില്ല. MCF ചാക്കുകെട്ടുകളാൽ നിറഞ്ഞതിനാൽ ശേഖരിച്ച പ്ലാസ്റ്റിക് ഒക്കെ മഴ നനയാതെ അരുക്കൂറ്റി പാലത്തിനടിയിൽ സൂക്ഷിച്ചു. ബുധനാഴ്ച വൈകിട്ട് അരൂർ പഞ്ചായത്ത് 6-ാം വാർഡിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ തുടക്കം ഇതാണ്. ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആ അമ്മ നോക്കുമ്പോൾ പണം സൂക്ഷിച്ച ഡപ്പി കാണാനില്ല. തിരക്കിയപ്പോൾ മനസ്സിലായി ഹരിതകർമ്മസേനയ്ക്ക് നൽകിയെന്ന്. സേനാംഗത്തിന്റെ ഫോണിൽ വിളിച്ചിട്ട് മറുപടിയില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തിരികെ വിളിയെത്തി. മകളോടുള്ള വാത്സല്യത്തോടെ ആ അമ്മ തന്റെ സങ്കടം പറഞ്ഞു. അതോടെ സേനാംഗമായ സിന്ധുവിന്റെ മനസ്സ് കലങ്ങി. തനിക്കൊപ്പം ഉണ്ടായിരുന്ന സിന്ധുവിനെ വിവരമറിയിച്ചു. പക്ഷേ കനത്ത മഴ രാത്രിയിലെ യാത്രയ്ക്കും തിരച്ചിലിനും തടസ്സമായി. വ്യാഴാഴ്ച രാവിലെ തന്നെ സിന്ധു അരുക്കുറ്റി പാലത്തിന്റെ ചുവട്ടിലെത്തി. ഒപ്പം ആ അമ്മയെ വിളിച്ചു വരുത്തി. ചാക്കിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്താക്കി പരിശോധിച്ചപ്പോൾ പണം നിക്ഷേപിച്ച ഡപ്പി ലഭിച്ചു. 20,000 രൂപയാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ ആ അമ്മ ഒന്നു മാത്രം പറഞ്ഞു: പേരും മേൽവിലാസവും ഒന്നും പുറത്തു പറയലേ. കിട്ടിയ പണം എണ്ണി തിട്ടപ്പെടുത്താൻ പോലും മടിച്ച് ആ അമ്മ പോകുമ്പോൾ 2 സിന്ധുമാരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. വിവരമറിഞ്ഞ 6-ാം വാർഡിലെ അടക്കം ജനപ്രതിനിധികൾ എത്തിയപ്പോൾ ആ അമ്മയെ ഇനി സങ്കടപ്പെടുത്താൻ ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ് ആ പേരും മേൽവിലാസവും അവർ മനസ്സിൽ ഒളിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.